ഒന്ന് നിന്നേ. ദേ കണ്ണൻ്റെ പിൻവിളി വന്നു. ആദിയുടെ കാലുകൾ മുന്നോട്ട് ചലിക്കുന്നില്ല. അവളൊരു വിറയലോടെ തിരിഞ്ഞു കണ്ണനെ നോക്കിയതും അങ്ങേര് കണ്ണാടിയിൽ നോക്കി മുടി ചീകുന്നു. അപ്പം അങ്ങേരെന്നെ വിളിച്ചില്ലേ? അങ്ങേരെ വിളിച്ച പോലെ എനിക്ക് തോന്നിയതാണു. ആദ്യ കണ്ണനെ നോക്കി കാര്യമായ ചിന്തയിലാണ്. എന്താ 2 കപ്പ്? തിരിഞ്ഞു നിന്ന് ടേബിളിലേക്ക് കൈ ചൂണ്ടി കണ്ണൻ ചോദിച്ചത് കേൾക്കെ ആദ്യം ടേബിളിലേക്കൊന്ന് നോക്കി. ഹോ ഗോഡ്, അതിൽ ചായൻ്റേതും ജ്യൂസ് അങ്ങേർത്തും അല്ലേ? ആ, അത് പിന്നെ ജ്യൂസ് 1/2 കപ്പേ ഉള്ളൂ. അപ്പോൾ ജ്യൂസും ചായയും ഇയാൾ കുടിച്ചോട്ടെ കരുതി 2 ഹാഫ് എടുത്തതാ. അല്ലാതെ പകുതി താഴെ പോയതാ പറയാൻ പറ്റുമോ? അതുകൊണ്ട് കൊച്ചു കള്ളം തട്ടിവിട്ടതാണേലും അതിനും കണ്ണൻ അവളെ കണ്ണുരുട്ടി നോക്കി. നിങ്ങൾ ചായ കുടിക്കില്ല അല്ലേ? സോറി, നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, അത് ഞാൻ കുടിച്ചോളാം. ആദ്യം അതും പറഞ്ഞ് വേഗം ചായ എടുത്ത് ഒറ്റ വലിക്ക് കുടിച്ചതും കണ്ണൻ അവളെ ഒന്ന് അമർത്തി നോക്കി ജ്യൂസിലേക്ക് നോക്കി. ബ്ലാ, അതെന്നോട് കുടിക്കാൻ പറയരുത്, എന്നെ കൊന്നാലും ഈ ജ്യൂസ് ഞാൻ കുടിക്കൂല. ആദ്യം ആ പറഞ്ഞത് കേൾക്കെ കണ്ണൻ നെറ്റി ചുളിച്ച് അവളെ നോക്കി. അല്ല, ഇത് കയ്പ ജ്യൂസ് അല്ലേ? സരിതേച്ച് ജ്യൂസ് അടിക്കുന്നത് കണ്ടപ്പോൾ തന്നെ എനിക്ക് കഴിക്കുന്നു. അപ്പോൾ ഇത് കുടിച്ചാലുള്ള അവസ്ഥ എനിക്ക് ഓർക്കാൻ കൂടി വയ്യ. ആദ്യം മുഖം ചുളിച്ച് പറഞ്ഞത് കേൾക്കെ അമർത്തിയൊന്ന് മൊളിയിട്ട് കണ്ണൻ ആദ്യക്ക് തൊട്ടു മുന്നിൽ വന്ന് നിന്നതും കൂടിയ ഹൃദയമിടിപ്പോടെ ആദ്യം അവനെ നോക്കി. അല്ലേ, നിൻ്റെ ഹൃത്തിനെന്താ പറ്റിയേ? ഇങ്ങനെ അടുത്ത് വരുമ്പോൾ എന്തിനാ ഇപ്പോൾ പൊട്ടിപ്പോകുന്ന നിലക്ക് ഈ കുന്ത്രാണ്ടൻ ഹൃത്ത് ഇങ്ങനെ മിടിക്കുന്നേ? ആദ്യക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല. അവളാകെ തുള്ളൽപ്പനി വന്ന പോലെ തുള്ളുവാണ്. നീയും നിൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന കാർത്തിയും തമ്മിലുള്ള ബന്ധമെന്താ? തൻ്റെ കണ്ണിലേക്ക് നോക്കിയുള്ള കണ്ണൻ്റെ ചോദ്യം കേൾക്കെ ആദ്യം വല്ലാതായി. അവൾ കണ്ണനെ നോക്കാതെ അവളുടെ കണ്ണുകളെ 4 പാടും ചലിപ്പിച്ചു. കണ്ണൻ സത്യങ്ങൾ അറിഞ്ഞോ? എന്നിട്ടാവുമോ ഞങ്ങൾ തമ്മിലുള്ള ബന്ധം ചോദിച്ചത്? എന്ത് പറയും? ആദ്യക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. നിന്നോടാ ചോദിച്ചത്, കാർത്തിയും നീയും തമ്മിലുള്ള ബന്ധം എന്താന്ന്. ആദിയുടെ അരയിലൂടെ കൈചുറ്റി അവളെ തന്നിലേക്ക് അടുപ്പിച്ചവൻ ചോദിച്ചതും ഒന്ന് ശ്വാസം വിടാൻ പോലും മര്യാദക്ക് പറ്റാതെ ആദി കണ്ണൻ്റെ നഗ്നമായ നെഞ്ചിൽ തറഞ്ഞു നിന്നു. ആദിത്യ! ദേഷ്യത്തോടെ കണ്ണൻ വിളിച്ചതും ആദി കണ്ണിറുകി മൂടി. ഫ്രണ്ട്സാണ്, വിക്കലോടെ പറഞ്ഞവളെ കണ്ണൻ കണ്ണിടുക്കി നോക്കി. കണ്ണനിൽ നിന്ന് യാതൊരു പ്രതികരണമില്ലെന്ന് കണ്ട് ആദി പതിയെ കണ്ണു തുറന്നവനെ നോക്കി. അവൻ തന്നെ നോക്കി നിൽക്കുന്നത് കണ്ട് ആദി തല താഴ്ത്തി നിന്നു. വെറും ഫ്രണ്ട്സ് എന്ന നിലക്കാണോ നിങ്ങൾ കപ്പിൾ ഡാൻസ് കളിച്ചതും അവൻ നിന്റെ തോളിൽ കൈവച്ച് നിന്നതുമൊക്കെ? കപ്പിൾ ഡാൻസിലൂടെ അവൻ നിന്റെ അരക്കെട്ടിൽ ടച്ച് ചെയ്തില്ലേ? അങ്ങനെ കണ്ട ഫ്രണ്ട്സിനൊക്കെ നിന്നെ ടച്ച് ചെയ്യാൻ അധികാരമുണ്ടോടി? ദേഷ്യത്തോടെ തൻ്റെ അരക്കെട്ടിൽ പിടിമുറുക്കിയവൻ പറഞ്ഞതും ആദി വേദനയോടെ കണ്ണു നിറച്ചു കണ്ണനെ നോക്കി. നിങ്ങൾ ഫ്രണ്ട്സാണല്ലേ? ഫ്രണ്ട്സായ നിങ്ങളെക്കുറിച്ച് നല്ല അഭിപ്രായങ്ങളാണല്ലോ കോളേജ് മുഴുവൻ. കണ്ണൻ പറഞ്ഞത് കേൾക്കി ആദ്യം നെറ്റി ചൊളിച്ചവനെ നോക്കിയതും ഫോൺ എടുത്ത് ഇൻസ്റ്റ തുറന്നു. കണ്ണൻ അവരുടെ കോളേജ് ID എടുത്ത് അതിലെ ലാസ്റ്റ് പോസ്റ്റ് ഓപ്പൺ ചെയ്തു ആദിക്ക് നേരെ നീട്ടി. തൻ്റെയും കണ്ണൻ്റെയും കപ്പിൾ ഡാൻസ് കാണെ ആദിയുടെ കണ്ണ് വിടർന്നു. തങ്ങൾക്ക് അപ്പുറവും ഇപ്പുറത്തും നിൽക്കുന്നവർ ഒന്നുമില്ല. ആകെ ഞങ്ങൾ ഇരുവരും മാത്രമേ ആ വീഡിയോയിലുള്ളൂ. വീഡിയോ അല്ല, കമൻറ്റ് സെക്ഷൻ നോക്ക്. കണ്ണൻ കമൻറ്റ് ബോക്സ് ഓപ്പൺ ചെയ്ത് ഫോൺ അവളുടെ കൈകളിലേക്ക് കൊടുത്തു. അവളെ തന്നെ ശ്രദ്ധിച്ചു നിന്നു. ആദ്യം ഓരോ കമൻറ്റും വായിച്ചു നോക്കി. താനും കണ്ണനും പെർഫെക്റ്റ് ആണെന്നും മെയ്ഡ് ഫോർ ഈച്ച് അതർ ആണെന്നും ക്യൂട്ടാണെന്നും ഒക്കെ പറഞ്ഞു അനവധി കമൻറ്റുകളുണ്ട്. അതിനൊക്കെ പുറമെ ഇതൊന്നും കാർത്തി കാണുന്നില്ലേ? സ്വന്തം പെണ്ണ് ആർണവ് കൃഷ്ണയ്ക്കൊപ്പം റൊമാൻറ്റിക്കായി നിൽക്കുന്നത് കണ്ട കാർത്തിയുടെ അവസ്ഥ എന്നൊക്കെ പറഞ്ഞ് താനും കാർത്തിയും ലവേഴ്സാണെന്ന് കണ്ണന് ഉറപ്പിക്കാൻ പറ്റും വിധത്തിൽ ഉള്ള നിരവധി കമൻറ്റുകൾ കാണെ ആദ്യം ഒന്ന് ഉമിനീറിറക്കി കണ്ണനെ നോക്കി. അവനെ കണ്ണുകൾ തന്നിൽ തറഞ്ഞു നിൽക്കുന്നത് കാണെ അവൾ പെടുന്നനെ തല താഴ്ത്തി നിന്നു. ഇനി നീയും നിന്റെ ഫ്രണ്ടായ കാർത്തിയും തമ്മിൽ യാതൊരു ബന്ധവും വേണ്ട. നീ ഇനി എങ്ങാൻ അവനോട് സംസാരിച്ചു എന്നോ അല്ലെങ്കിൽ അവനൊപ്പം നിന്നെ ആരെങ്കിലും കണ്ടു എന്നോ ഞാൻ അറിഞ്ഞ ആ നിമിഷം മുതൽ നിന്റെ പഠനം അവസാനിക്കും. അതേപോലെ നീ ഈ വീട്ടിൽ പിന്നെ താമസിക്കുകയുമില്ല. കണ്ണൻ ഗൗരവത്തോടെ പറഞ്ഞത് കേൾക്കെ ആദ്യൊരു ഞെട്ടലോടെ അവനെ നോക്കി. അവളുടെ മീകൾ അറിയാതെ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. കാർത്തിയിൽ നിന്ന് അകന്നു നിൽക്കണം എന്ന് പറഞ്ഞത് ആദിക്ക് എന്തോ ഇഷ്ടപ്പെടുന്നില്ല. അവൾ വിതുമ്പുന്നത് കാണെ കണ്ണനിൽ ദേഷ്യം നിറഞ്ഞു. അവനോട് മിണ്ടരുത് എന്ന് പറഞ്ഞിട്ടാണോ ആദി കരയുന്നത്? അതിന് മാത്രം അവൾക്ക് പ്രിയപ്പെട്ടവനാണോ കാർത്തിക്? നീ എന്തിനാടി കോപ്പെ മോങ്ങുന്നേ? ദേഷ്യം സഹിക്കവയ്യാതെ കണ്ണൻ കലിപ്പിട്ടതും ആദ്യമൊന്ന് ഉമിനീറിറക്കി അവനെ നോക്കി. പക്ഷേ അവൾക്ക് സങ്കടം മാറുന്നില്ലായിരുന്നു. എന്നെ എന്തിനാ നിങ്ങളൊക്കെ കൂടി ഇങ്ങനെ വേദനിപ്പിക്കുന്നേ? നിങ്ങളോടൊക്കെ ഞാൻ എന്ത് തെറ്റാ ചെയ്ത്? എന്നെ ജനിപ്പിച്ച് തന്ന ആരെന്നറിയാത്തതും ഒരു വേലക്കാരിയുടെ മകളായതുമാണോ ഞാൻ ചെയ്ത തെറ്റ്? എന്തിനാ എന്നെ ഇങ്ങനെ എല്ലാവരോടെ സങ്കടപ്പെടുത്തുന്നേ? നിങ്ങളോട് ഞാൻ ഒരിക്കൽ പോലും പറഞ്ഞില്ലല്ലോ എന്നെ വിവാഹം ചെയ്യണമെന്ന്. അമ്മ അങ്ങനെയൊക്കെ പറഞ്ഞെന്ന് വെച്ച് നിങ്ങൾ എൻ്റെ അഭിപ്രായം ചോദിച്ചിരുന്നോ? ഇല്ലല്ലോ. മൂക്കറ്റം കുടിച്ചു വന്ന് എൻ്റെ ചാരിത്രം നശിപ്പിച്ചതിന് നിങ്ങൾ തന്ന ഈ താലി എന്നെ എത്രമാത്രം പൊള്ളലേൽപ്പിക്കുന്നുണ്ട് എന്നറിയോ? ശരിയാ, എനിക്ക് ആരില്ല.
എന്നെ നിങ്ങൾ കൊ- കൊന്നാലും പോലും ആരും ചോദിക്കാൻ വരൂല. ആ ഒരു ധൈര്യത്തിലല്ലേ എല്ലാവരും എന്നെ വേദനിപ്പിക്കുന്നത്. എൻ്റെ ആഗ്രഹത്തെ ഇവിടെ ആരെങ്കിലും വില വെക്കുന്നുണ്ടോ? ഒരു സൈഡിൽ അമ്മ നാളെ മുതൽ പഠിക്കാൻ പോകരുതെന്ന്, മറു സൈഡിൽ ആരും നിങ്ങൾ അവളുടേതാണെന്നും വൈകാതെ ഞാൻ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഈ വീട്ടിൽ നിന്നും ഇറങ്ങി പോകണമെന്നും. നിങ്ങളാണേൽ എനിക്ക് മേൽ അധികാരം കാണിക്കുന്നു. അതെന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് എനിക്കറിയില്ല. ഞാൻ നിങ്ങളുടെ ആരുമല്ല എന്നെനിക്കറിയാം. എനിക്ക് ആരുമില്ല. ഇനിയും വയ്യ, മതിയായി. ഞാൻ പണ്ട് നിങ്ങൾ തന്ന ആ വീട്ടിൽ താമസിച്ചോളാം. എങ്ങനെയും വാടകയും തരാം. എന്നെ ഉപദ്രവിക്കാണ്ടിരിക്കുമോ? ഇങ്ങനെ വേദനിപ്പിക്കാതിരിക്കുമോ? സങ്കടം സഹിക്ക വയ്യാതെ ഉള്ളിലൊരു വലിയ കനലെരിയുന്നുണ്ട്. അത് പുകഞ്ഞ് പുകഞ്ഞ് മരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്കറിയാം ഞാനൊരു പായ്ജന്മാണെന്ന്. നിങ്ങളെ ഭാര്യയാവാൻ പോയിട്ട് നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ നിൽക്കാൻ പോലും എനിക്ക് യോഗ്യതയില്ലെന്ന്. എനിക്ക് ആരുമില്ല. ഈ വീട്ടിലുള്ളവരെയൊക്കെ ഞാൻ എൻ്റെ സ്വന്തമായി കണ്ടു. പക്ഷേ ആരും എന്നെ മനസ്സിലാക്കുന്നില്ല. എല്ലാവരും എന്നെ അവോയ്ഡ് ചെയ്യാം. നോക്കാലും വാക്കാലും എല്ലാവരും എന്നെ വേദനിപ്പിക്കുകയാണ്. ഞാൻ എന്താ തെറ്റാ അതിന് മാത്രം ചെയ്ത്? കണ്ണു നിറച്ച് വിറയാർന്ന ശബ്ദത്താൽ ചോദിച്ചവളെ കാണെ കണ്ണൻ്റെ ഹൃത്ത് നിശ്ചലമായ പോലെ. അവനൊന്നുകൂടെ മുന്നോട്ട് നിന്ന് ആദിയുടെ അരയിലൂടെ കൈചുറ്റി അവളെ തന്നിലേക്ക് ചേർത്ത് നിർത്തി. ആദി നിറമീയാൽ ഒരു ഞെട്ടലോടെ കണ്ണനെ നോക്കി. നിനക്ക് ആരുമില്ലെന്ന് ആരാ പറഞ്ഞേ? എന്നും എപ്പോഴും നിന്റെ കൂടെ ഞാനുണ്ട്. ആര് എന്തൊക്കെ പറഞ്ഞാലും നിന്റെ ആഗ്രഹങ്ങളെല്ലാം നിന്റെ കൈപ്പിടിയിലെത്തിക്കാൻ ഞാൻ സഹായിക്കും പെണ്ണെ. എന്തിനാ നീ ഇങ്ങനെ കരയുന്നേ? നിന്റെ നിറഞ്ഞ മേകളുണ്ടല്ലോ, ദേ ഇവിടെ കൊത്തി വലിച്ച് വേദനിപ്പിക്കുന്നു പെണ്ണെ. കണ്ണൻ അവൻ്റെ നെഞ്ചിൽ കൈവച്ച് പറഞ്ഞത് കേൾക്കെ ആദിയുടെ മേകൾ വിടർന്നു. എന്താണിപ്പോൾ കണ്ണൻ പറയുന്നത്? താൻ ഇനി വല്ല സ്വപ്നവും കാണുകയാണോ എന്ന് പോലും ആദി സംശയിച്ചു പോയി. കണ്ണൻ ആദിയുടെ മുഖം അവൻ്റെ കൈക്കുള്ളിൽ ഒതുക്കി പിടിച്ച് അവളുടെ നിറഞ്ഞ മീകൾ തുടച്ചു കൊടുത്തു. അവളുടെ കണ്ണിലേക്ക് നോക്കി. ആ കണ്ണുകൾ അവനെ കൊത്തിവലിച്ച് അവളിലേക്ക് ആഴ്ത്തിയിറക്കും പോലെ അവന് തോന്നി. പരസ്പരം കണ്ണുകളിൽ ആയിനിറങ്ങിയവരുടെ മുഖം അടുത്തു വന്നു. അവിടെയാകെ നിശബ്ദതയാണേലും ഇരുവരുടെയും കണ്ണുകൾ പരസ്പരം എന്തോ പറയുന്ന പോലെ. ആദിയുടെ മീകൾ അപ്പോഴും നിറഞ്ഞൊലിക്കുന്നത് കണ്ട് കണ്ണനൊന്ന് കണ്ണ് വെട്ടിച്ച് അവളുടെ മുഖമാകെ നോക്കി. വിറയാർന്ന അവളുടെ ചുണ്ടുകൾ കാണെ അവൻ്റെ ഹൃത്തൊന്ന് തുടിച്ചു. തൻ്റെ ഇണയെ കണ്ടെത്തിയ സന്തോഷത്തിൽ അവൻ്റെ ചുണ്ടുകൾ വിരിഞ്ഞു. ചെറുപുഞ്ചിരിയോടെ ആദിയെ ചുമരിലേക്ക് ചേർത്ത് നിർത്തിയവൻ അവളിലേക്ക് അമർന്നുകൊണ്ട് അവൻ്റെ ചുണ്ടാൽ ആദിയുടെ ചുണ്ടൊന്ന് നനച്ചു. ആദിക്ക് അനങ്ങാൻ പറ്റുന്നില്ല. എന്താപ്പയുടെ സംഭവിക്കുന്നത് എന്നവൾക്ക് മനസ്സിലാവുന്നില്ല. ആകെ കൂടെ വിറക്കുന്നുണ്ടവൾ. തൊണ്ടയെല്ലാം വറ്റിവരണ്ടവൾ ഒരേ നിൽപ്പ് നിന്നു. കണ്ണൻ അവളുടെ ചുണ്ടുകളെ പതിയെ നുണയാൻ തുടങ്ങിയതും അവൾ കണ്ണുകൾ ഇറുകെ മൂടി അവൻ്റെ ഷോൾഡറിൽ നഖമമർത്തിക്കൊണ്ടിരുന്നു. കണ്ണന് നന്നായി വേദനിക്കുന്നുണ്ട്. പക്ഷേ അവളിൽ നിന്നകലാൻ അവൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ല. അവൻ അവളെ വേദനിപ്പിക്കാതെ അവളിലെ തേൻ നുകർന്നുകൊണ്ടിരുന്നു.